ഈ വീഡിയോയിൽ നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നിർണ്ണയിക്കാൻ പോവാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. കാൽക്കുലേഷൻ ഓഫ് number of particles in a unit cell. ഇത് എണ്ണി നോക്കണമെങ്കിൽ നമുക്ക് ഒരു 4 റൂൾസ് അറിയാനുണ്ട്. ഓക്കെ, പാർട്ടിക്കിൾസിന്റെ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 4 റൂൾസ് അറിയണം. പറയട്ടെ, ഒന്നാമത്തെ റൂൾ പറയട്ടെ. നോക്കോ, ഞാൻ പിന്നെ ഒരു ക്രിസ്റ്റൽ വരക്കാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കേട്ടാ, ഒരു ക്രിസ്റ്റൽ വരക്കാണ്. സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ. ഒരു സ്പേസ് ലാറ്റിസ് ആണ് ഞാൻ വരക്കുന്നത്. കേടാ, അയ്യോ കോണുകളിലുള്ള പാർട്ടിക്കിൾ ഉണ്ട് കേട്ടോ, നമ്മൾക്ക് ഇതൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അയില കുഞ്ഞാണ്. നോക്കിക്കോ, കണ്ടോ? ഇപ്പൊ ഇതില് നിങ്ങൾ ഇതൊരു ക്രിസ്റ്റലാണ്. ഈ ക്രിസ്റ്റൽ നിങ്ങൾക്ക് 8 യൂണിറ്റ് സെല്ലുകൾ കാണാം. അതിലൊന്ന് ഞാനിത് തന്നെ കാണിക്കാം. 8 യൂണിറ്റ് സെല്ലുകൾ കാണാം. ഇതാണ് ഒന്ന്. അല്ല, നോക്കോ, ഇതാണ് ഒരു യൂണിറ്റ് സെൽ. അതുപോലുള്ള 8 എണ്ണം ഇല്ലേ ടോട്ടൽ? 1 2 3 4 താഴെ 4 8 യൂണിറ്റ് സെല്ലുകൾ. അതിൽ ഒരു യൂണിറ്റ് സെല്ലാണ് ഞാൻ ഇപ്പൊ ചുവപ്പിൽ കാണിച്ചിട്ടുള്ളത്. ആ യൂണിറ്റ് സെല്ലിന്റെ ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. യൂണിറ്റ് സെല്ലിന്റെ ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇനി നിങ്ങൾ എന്നെ നോക്ക്, ആ പാർട്ടിക്കിളിനെ 8 യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നില്ലേ? ഈ ക്രിസ്റ്റലിലെ 8 യൂണിറ്റ് സെല്ലുകൾ ആ ഒരു പാർട്ടിക്കിളിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ 1/8 മാത്രമേ ക്രിസ്റ്റലിലേക്ക് യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ?
അപ്പൊ ഓർമ്മിക്കുക, എ പാർട്ടിക്കിൾ അറ്റ് ദി കോർണർ ഓഫ് എ യൂണിറ്റ് സെൽ is shared by 8 other unit cells in the crystal. So contribute only 1/8 of it towards a particular unit cell. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അതിന്റെ 1/8 മാത്രമേ ആ യൂണിറ്റ് സെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഫുള്ളില്ല. ക്ലിയർ? അടുത്തത് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ കോർണറിലുള്ളതിന്റെ 1/8 മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ കേൾക്കണേ. നിങ്ങളിപ്പോ എത്ര എണ്ണം കാണുന്നുണ്ട് കുഞ്ഞോളെ? 4 യൂണിറ്റ് സെല്ലുകൾ കാണുന്നുണ്ട്, ശരിയല്ലേ? ഈ 4 യൂണിറ്റ് സെല്ലിൽ ഒരു യൂണിറ്റ് സെൽ, ഇതാ ഞാൻ മുകളിലുള്ള ആ യൂണിറ്റ് സെൽ എടുക്കുന്നു. ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്യുക. ആ മുകളിലുള്ള യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്യുക. ആ യൂണിറ്റ് സെല്ലിന്റെ എഡ്ജിലാണ് ഒരു പാർട്ടിക്കിൾ ഉള്ളത്, എഡ്ജിന്റെ സെന്ററിൽ. നിങ്ങൾ നോക്കേ, ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിനെ ബാക്കിയുള്ള 4 യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് അതിന്റെ 1/4 മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോ ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കിട്ടൂല യൂണിറ്റ് സെല്ലിന്. അതിനെ ആ ക്രിസ്റ്റലിലെ 4 പേര് ഷെയർ ചെയ്യുന്നത് കൊണ്ട് 1/4 മാത്രമേ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിലേക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ അറിയേണ്ടത്, അപ്പൊ കോർണറിലുള്ളതിന്റെ 1/8 കിട്ടുന്നുള്ളൂ, എഡ്ജിലാണെങ്കിൽ 1/4 മാത്രമേ കിട്ടുള്ളൂ. ഇതാ ഇതിപ്പോ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് സെല്ല് കാണാൻ കുഞ്ഞോളെ? 2 യൂണിറ്റ് സെല്ലാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഈ 2 യൂണിറ്റ് സെല്ലിൽ ഒരു യൂണിറ്റ് സെല്ല് മാത്രം എടുക്കുക. ആ യൂണിറ്റ് സെല്ലിന്റെ ഫേസിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ആ പാർട്ടിക്കിളിനെ 2 പേര് ഷെയർ ചെയ്യില്ലേ? ഈ യൂണിറ്റ് സെല്ലിന്റെ ഫേസിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എങ്കിലും അത് മുഴുവനായിട്ട് ഇയാൾക്ക് മാത്രമുള്ളതല്ല, പിന്നെയോ അതിനെ 2 പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫേസിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അതിന്റെ 1/2 മാത്രമേ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിലേക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത്. നാലാമത്തത്, ഇതാ ഒരു യൂണിറ്റ് സെല്ല്. ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. നിങ്ങൾ നോക്ക്, അതിന് വേറെ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് മുഴുവനായിട്ടും അതിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ഒന്ന് മുഴുവനും ഇതിന്റെ ഭാഗമായിട്ട് എണ്ണാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ മാത്രമായിട്ട് എണ്ണരുത്. അതിന്റെ 1/8 മാത്രമേ, പാർട്ടിക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് 1/8 മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. ഓക്കെ, എഡ്ജ് സെന്ററിൽ ഉണ്ടെങ്കിൽ 1/4 മാത്രമേ സം ചെയ്യാൻ പാടുള്ളൂ.
ഫേസിന്റെ സെന്ററിലാണെങ്കിൽ 1/2 മാത്രമേ ഉള്ളൂ. സെന്ററിലാണെങ്കിൽ അത് മുഴുവനായിട്ടും ആ യൂണിറ്റ് സെല്ലിന്റെ ഭാഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 പോയിന്റുകൾ ഒന്ന് ഓർമ്മിച്ച്. ഇനി നമ്മൾ പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 3 യൂണിറ്റ് സെല്ലുകളിലെ പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ ബ്രവൈസ് ലാറ്റീസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ക്യൂബിക് സിസ്റ്റത്തിന് 3 വേരിയേഷൻസ് പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേർഡ് ക്യൂബിക്, ഫേസ് സെന്റേർഡ് ക്യൂബിക്. അപ്പോൾ ഈ പറയപ്പെട്ട 3 എണ്ണത്തിൽ എത്രയാണ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ? ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? ആ ലാറ്റിസിന്റെ യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് സിമ്പിൾ ആണ്. അതിന്റെ കോണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. ഓക്കെ, ഈ ലാറ്റിസിന്റെ യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് ക്യൂബിക് ആണ്. അതിന്റെ കോണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. കോണറിൽ മാത്രം പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് കോണർ? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് കോണർ എത്ര കോണർ ഉണ്ട്? 8 കോണർ ഉണ്ട് അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ദി കോണേഴ്സ് എത്ര കോണർ ഉണ്ട്? 8 ഉണ്ട്. ഓരോ കോണറിൽ നിന്ന് എത്ര കിട്ടും? 1/8. So which is equal to 1. കോണറിൽ അല്ലാതെ വേറെ പാർട്ടിക്കിൾ ഉണ്ടോ? ഇല്ല. Therefore total number of particles is equal to 1. Okay, so ഒരു ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെല്ല് സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ അതിൽ ആകെ ഒരു പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു യൂണിറ്റ് സെല്ലിൽ ഒരു പാർട്ടിക്കിൾ. എന്താണ് ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? അതിന്റെ യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് ക്യൂബിക് ആണ്. അവിടെ പാർട്ടിക്കിൾസ് കോണറിലുമുണ്ട്, ബോഡിയുടെ സെന്ററിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് നോക്കാം. അതിനെന്ത് ചെയ്താൽ മതി? ആദ്യം കോണറിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് കോണർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് കോണേഴ്സ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് at corners is equal to 8 into 1/8, which is equal to 1. ഇനിയോ അവിടെ മാത്രമാണ് പാർട്ടിക്കിൾ ഉള്ളത്? അല്ല, പിന്നെ ഇവിടെ സെന്ററിലുണ്ട്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് സെന്റർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് സെന്റർ is equal to കൂട്ടുക. എന്താണ്? സെന്ററിലുള്ളത് 1 ആണ്. അത് മുഴുവനായിട്ടും യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. Therefore total number of particles is equal to 1 plus 1 equal to 2. ഓക്കെ, ഇനി നമുക്ക് ഫേസ് സെന്ററിലേക്ക് നോക്കാം. ഇതിന്റെ അർത്ഥം എന്താണ്? യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് ക്യൂബിക് ആണ്. അവിടെ പാർട്ടിക്കിൾസ് കോണറിലുമുണ്ട്, അതിന്റെ 6 ഫേസിലുമുണ്ട്. എങ്ങനെ നമുക്ക് നോക്കാം? എങ്ങനെ പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോണറിലുള്ള പാർട്ടിക്കിൾസ് എണ്ണണം, ഫേസിലുള്ള പാർട്ടിക്കിൾസ് എണ്ണണം. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ദി കോർണേഴ്സ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് കോർണേഴ്സ് is equal to 1/8 into 1/8 അല്ലേ? equal to 1. Then number of particles at where? face centers. At face centers എത്ര face സെന്ററുകളുണ്ട്? 6. ഓരോന്നും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യും? 1/2 equal to 3. Therefore total number of particles equal to 1 plus 3 equal to 4. അപ്പോ സിമ്പിൾ ക്യൂബിക്കിൽ 1 പാർട്ടിക്കിൾ. ഇവിടെയോ പാർട്ടിക്കിളിന്റെ എണ്ണം 2 ആണ്. ബോഡി സെന്ററിൽ 2 ആണ്, ഫേസ് സെന്ററിൽ 4 ആണ്. സോ BCCയിൽ 2 ഉണ്ടോ എന്ന് ഓർമ്മിക്കണം. BCCയിൽ 2, FCCയിൽ 4. ഓക്കെ, സിമ്പിൾ ക്യൂബിക്കില് 1. ഇപ്പൊ മനസ്സിലായി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പാർട്ടിക്കിൾസ്? ഇനുണ്ടല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാൻ പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ക്രിസ്റ്റൽ, ആ ക്രിസ്റ്റലിൽ
രണ്ട് ടൈപ്പിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, എയും ബി. രണ്ട് പാർട്ടിക്കിൾ എന്നല്ല, രണ്ട് ടൈപ്പിലുള്ള പാർട്ടിക്കിൾസ് എയും ബി. ആ ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെൽ എടുത്ത് നോക്കിയപ്പോൾ കേൾക്കണേ, ആ യൂണിറ്റ് ക്രിസ്റ്റലിന്റെ എയും ബിയും പാർട്ടിക്കിൾസ് ഉള്ള ആ ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെല്ല് ഞാൻ സ്റ്റഡി ചെയ്തു നോക്കുമ്പോൾ അതിൽ എയുടെ എണ്ണം 1 ആണ്, ബിയുടെ എണ്ണം 3 ആണ്. ഒരു യൂണിറ്റ് സെല്ലിൽ എ 1 ഉണ്ട്, ബി 3 ഉണ്ട്. സോ വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് എ ആൻഡ് ബി? 1:3. ഓക്കെ, ഇനി നിങ്ങൾ ആ കോമ്പൗണ്ടിന്റെ, അതായത് ആ ക്രിസ്റ്റലിന്റെ സ്റ്റോക്കിയോമെട്രിക് ഫോർമുല നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് AB3 ആയിരിക്കും. സ്റ്റോക്കിയോമെട്രിക് ഫോർമുല AB3 ആയിരിക്കും. മീനിങ് എന്താ? ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? അതിന്റെ സ്റ്റോക്കിയോമെട്രിക് ഫോർമുലയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു കോമ്പൗണ്ടിന്റെ സ്റ്റോക്കിയോമെട്രിക് ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാറുണ്ട്. ഇതൊന്ന് നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം, എ കോമ്പൗണ്ട് ഫോംഡ് ബൈ എലമെന്റ്സ് എ ആൻഡ് ബി ഹാസ് എ ക്യൂബിക് സ്ട്രക്ചർ in which A atoms are at the corners and B atoms are at the face centers. എയും ബിയും ചേർന്നിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടായത്. അതിൽ എ ആറ്റങ്ങൾ ഉള്ളത് കോർണറിലാണ്, ബി ആറ്റങ്ങൾ ഉള്ളത് ഫേസ് സെന്ററിലാണ്. വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്സ്? അപ്പൊ ഫോർമുല കണ്ടെത്തണമെങ്കിൽ എയും ബിയും തമ്മിലുള്ള റേഷ്യോ അറിയണം. അതിൽ എ ആറ്റങ്ങൾ എത്രയുണ്ട് എന്ന് കണ്ടെത്തുക, ബി ആറ്റങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടെത്തുക. അപ്പോൾ ഓരോ യൂണിറ്റ് സെല്ലിലും വാട്ട് ഈസ് ദി നമ്പർ ഓഫ് എ ആറ്റംസ്? നമ്പർ ഓഫ് എ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. എങ്ങനെ കണ്ടെത്താം? എ എവിടെയാണുള്ളത്? കോർണറിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. എ ആറ്റംസ് ആർ പ്രസന്റ് അറ്റ് കോർണേഴ്സ്. ക്യൂബിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 കോർണർ ഉണ്ട്. 8 ഇൻറ്റു ഒരു കോർണറിൽ നിന്ന് 1/8 ആണ് കോൺട്രിബ്യൂഷൻ. സോ നമ്പർ ഓഫ് എ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇസ് 1. അതേപോലെ നമ്പർ ഓഫ് ബി ആറ്റംസ് പെർ യൂണിറ്റ് സെൽ കണ്ടുപിടിച്ചൂടെ? എത്രയാണ് നമ്പർ ഓഫ് ബി ആറ്റംസ് പെർ യൂണിറ്റ് സെൽ? അതെവിടെയാണ്? ഫേസ് സെന്ററിലല്ലേ? എത്ര ഫേസ് ആണത്? 6. അത്ര കോൺട്രിബ്യൂഷൻ 1/2 which is equal to 3. That means A is to B is equal to 1:3. Therefore formula of the compound is given by AB3. This is the formula of the compound. Okay. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്യൂബിക് ആണ് സോളിഡ്, എക്സ് ആൻഡ് വൈ ആണ് എലമെന്റ്സ്. എക്സ് ആറ്റംസ് ഉള്ളത് കോർണറിലാണ്, വൈ ആറ്റംസ് ഉള്ളത് ബോഡി സെന്ററിലാണ്. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ പറയാം, നമ്പർ ഓഫ് എക്സ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ is equal to കോർണറിലല്ല ഉള്ളത്. അപ്പൊ 8 into 1/8 it is equal to 1 അല്ലേ? Then number of y atoms per unit cell equal to എവിടെയുള്ളത്? y ഉള്ളത് ബോഡി സെന്ററിലാണ് എങ്കിൽ വന്ന് ഫുൾ ആയിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. Then ratio of x and y, x is to y is equal to 1:1. Therefore formula is equal to xy. Okay. അടുത്തത് കുറച്ച് വലിയ പ്രോബ്ലം ആണ്. എയും ബിയും ചേർന്നിട്ടാണ് ഒരു ക്രിസ്റ്റൽ ഉണ്ടായത്. ക്യൂബിക് ആണ് സ്ട്രക്ചർ. എ ഉള്ളത് എവിടേക്കാണ്? കോർണറിലുണ്ട്, ഫേസിന്റെ സെന്ററിലുണ്ട്. ബി എവിടെയുണ്ട്? എഡ്ജ് സെന്ററിലുണ്ട്, ബോഡി സെന്ററിലുണ്ട്. നേരത്തെ പറഞ്ഞ പ്രോബ്ലംസിലെല്ലാം ഏതെങ്കിലും ഒരു പൊസിഷനിലാണ് ഉണ്ടായത്. ഒന്നെങ്കിൽ കോർണറിൽ അല്ലെങ്കിൽ എഡ്ജ് സെന്ററിൽ. ഇവിടെ അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ ആയിട്ട് 2 പൊസിഷൻസിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. നമ്പർ ഓഫ് എ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. അങ്ങനെ എവിടെയെല്ലാം ഉണ്ട്? കോർണറിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 8 into 1/8 കൂടാതെ എവിടെ കൂടെ ഉണ്ട്? ഫേസിന്റെ സെന്ററിലുണ്ട്. അപ്പോ 1/2 into 6 ആയി അല്ലേ? 1 + 3 which is 4
അപ്പോൾ ആ യൂണിറ്റ് സെല്ലില് ഓരോ യൂണിറ്റ് സെല്ലിൽ 4 A ആറ്റങ്ങളുണ്ട്. അതേപോലെ ബി നോക്കിയാലോ, നമ്പർ ഓഫ് ബി ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, നമ്പർ ഓഫ് ബി ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു എവിടെയെല്ലാം ഉണ്ട്, എഡ്ജിന്റെ സെന്ററിലും ബോഡി സെന്ററിലും. എഡ്ജിന്റെ സെന്റർ എന്ന് പറയുമ്പോഴേ എത്ര എഡ്ജ് ഉണ്ടോ, 12 എഡ്ജ് ഉണ്ട് അല്ലെ, ഇൻഡോ അത് കോൺട്രിബ്യൂഷൻ എത്രയാ 1/4 പ്ലസ് ബോഡി സെന്റർ എത്രയാ 1, 3 + 1 4. അപ്പൊ A is to B എത്രയാ, A is to B is equal to 1:1. Therefore formula is equal to A is to B, sorry AB. Okay, കുഞ്ഞോളി ഇതൊരു വേറൊരു ടൈപ്പിലുള്ള പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദി അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് പ്രസന്റ് ഇൻ 1 gram ഓഫ് ഗോൾഡ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഇപ്പം എന്താ ചെയ്തത്, ഒരു യൂണിറ്റ് സെല്ലിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചതാണ്. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റങ്ങളുണ്ട്. ഇതങ്ങനെയല്ല, ഒരു ക്രിസ്റ്റൽ കണ്ടിട്ട് അതിൽ എത്ര യൂണിറ്റ് സെല്ലുണ്ടെന്ന് കണ്ടുപിടിക്കണം, യൂണിറ്റ് സെല്ലിന്റെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പൊ അത് നിങ്ങളോട് തന്നിട്ടുണ്ടെന്ന് ഗോൾഡിലെ യൂണിറ്റ് സെല്ലിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. എത്ര, 1 gram ഗോൾഡ് ഉണ്ട്, അതിൽ എത്ര യൂണിറ്റ് സെല്ലുണ്ടെന്ന് കണ്ടുപിടിക്കണം. അവിടെ ഒരു ഹിന്റ് തന്നതെന്ന് അറിയാവോ, ഗോൾഡിലുള്ള യൂണിറ്റ് സെല്ലെല്ലാം FCC ആണ്. FCCകൾ കൂട്ടിച്ചേർന്നിട്ടാണ് ഗോൾഡിന്റെ ക്രിസ്റ്റൽ ഉണ്ടായത്. എങ്കിൽ ആ 1 gram ക്രിസ്റ്റലിൽ, ഗോൾഡ് ക്രിസ്റ്റലിൽ എത്ര യൂണിറ്റ് സെല്ലുണ്ട് എന്നാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാവോ, ഈ FCC ആണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞല്ലോ. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക്കൽ 4 അല്ലെ, കോണലിൽ 1, ഫേസ് സെന്റേർഡിൽ പിന്നെ 12 ഫേസിൽ കൂടിയിട്ട് 3 പാർട്ടിക്കിൾ, ടോട്ടൽ 4 പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലില് 4 പാർട്ടിക്കിൾ ഉണ്ട്. That is number of particles in 1 unit cell. അത്രയാ 4 എണ്ണം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ 1 gram ഗോൾഡിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ 500 ആറ്റങ്ങളുണ്ടെന്ന് വിചാരിക്കാം. 500 എത്ര 4 ഉണ്ട് നോക്കിയാൽ യൂണിറ്റ് സെല്ലിന് എണ്ണം കിട്ടിയില്ലേ. 500 ആറ്റങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഓരോ 4 ആറ്റങ്ങൾ ചേർത്തിട്ട് ഒരു യൂണിറ്റ് സെല്ലായി. അപ്പൊ 500 എത്ര 4 ആറ്റങ്ങളുണ്ട് നോക്കാം. അപ്പൊ യൂണിറ്റ് സെല്ലിന് എണ്ണം കിട്ടിയില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 1 gram ഗോൾഡിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കും, നിങ്ങൾക്കറിയാം 1 mole ഗോൾഡ് എന്ന് പറഞ്ഞാൽ എത്ര ആറ്റങ്ങളാ, 6.02 × 10⁻23 ഗോൾഡ് ആറ്റംസ് ആണ് അല്ലെ. 1 mole എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് 197 U ആണ്. എങ്കിൽ 1 mole എത്രയാണ്, 197 gram ഗോൾഡ് അല്ലെ. അപ്പൊ 197 gram ഗോൾഡിൽ 6.02 × 10⁻23 ആറ്റങ്ങളുണ്ട്. എങ്കിൽ 1 ഗ്രാമിൽ എത്രയുണ്ട്, 1 gram ഗോൾഡ് എന്ന് പറഞ്ഞ എത്ര ആറ്റങ്ങളാ, ഈക്വൽ ടു 6.02 × 10⁻23 ഡിവൈഡഡ് ബൈ 197 ആറ്റംസ്. കണ്ട, ആറ്റങ്ങളുടെ എണ്ണം കിട്ടിയില്ലേ. ഇനി അതിൽ എത്ര 4 ഉണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് സെല്ലിന്റെ എണ്ണം കിട്ടും. Therefore number of unit cells is equal to 6.02 × 10⁻23 divided by 197 into 4. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സംതിങ് 7.63 into 10⁻20 യൂണിറ്റ് സെല്ലുകൾ ഉണ്ട് അതിൽ. ഇവിടെ വരാവുന്ന ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കും. ഓക്കെ.